ഹലോ, യെസ്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊരു വക്കീലുമായിട്ട് ആലോചിക്കൂ. അതെ, കാര്യങ്ങളെല്ലാം ജോൺ എന്നോട് പറഞ്ഞു. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. ആ സാർ, പോലീസ് ചോദ്യം ചെയ്താൽ ചെല്ലപ്പൻ എല്ലാം പറഞ്ഞെന്നിരിക്കും. പറഞ്ഞോട്ടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാർ, അന്ന് ജയിലിൽ നിന്ന് വിട്ട 4 പ്രതികളിൽ 3 പേർ കമ്മീഷൻ വീട്ടിലല്ലേ? അവന്മാരെ അവിടെ വെച്ച് പിടിച്ച കുഴപ്പമാവും. പിടിക്കണം. എന്റെ മന്ത്രി കസേര തെറിപ്പിക്കുമെന്ന് പറഞ്ഞവനാ നിങ്ങളുടെ കമ്മീഷണർ. സാർ, പെട്ടെന്ന് വല്ലതും ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇറങ്ങി പോടോ. അച്ഛനുമായി സംസാരിച്ചാൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. കമ്മീഷണറുടെ വീട്ടിലോ? അതെ, കമ്മീഷണറുടെ വീട്ടിൽ. എന്താ പറഞ്ഞ വിശ്വാസമാകാത്തത്? താങ്ക് യു ശ്രുതി. എന്താ സംഭവം? സംഭവം എന്താണെന്ന് പിടികിട്ടാ പുള്ളികൾ 3 പേര് കമ്മീഷണറുടെ വീട്ടിലുണ്ടെന്ന്. കമ്മീഷണർ വീട്ടിലോ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. നമുക്ക് ഉടനെ വീട്ടിൽ പോകണം. പതുക്കെ പറ. കമ്മീഷണർ ആളുകൾ ഇവിടെ ഉണ്ടാകും. നമ്മുടെ ആക്ഷൻസ് വളരെ രഹസ്യമായിരിക്കണം. ആരെയും അറിയിക്കരുത്. അറിയാതെങ്ങനെ സാർ? ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. താമസിച്ചാൽ അങ്ങനെ വരെ മാറ്റും. അതിനു മുമ്പ് അവന്മാർ എന്റെ കൈപ്പെടും. എന്താ സാർ? വണ്ടിയിൽ എന്തോ കടകട ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. ഒന്ന് ഇറങ്ങി നോക്കിയേ. അവിടെയല്ലെന്ന്, ഒന്ന് ഇറങ്ങി പുറകിലോട്ട് ചെന്ന് നോക്ക്. എല്ലാരും ഉണ്ടല്ലോ. എങ്ങോട്ടാ? ഇതാണിപ്പോ സാറിന്റെ പണിയല്ലേ? എന്റെ കയ്യിൽ കത്തിയും നോക്കൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനും ഞാൻ നിരപ്പാക്കും.
വെക്ക് വെക്ക് വെടിവെക്ക് എന്നെ കൊണ്ടുവെക്ക് ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ആഭ്യന്തരമന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി നായർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മുഖ്യമന്ത്രി രാജിക്കത്ത് സ്വീകരിച്ചു എന്നല്ലാതെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. ആഭ്യന്തരമന്ത്രിയുടെ ക്രമക്കേടുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയെ തുടർന്നാണ് ഈ രാജിയെന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നു. 5 ലക്ഷം രൂപ റിവാർഡ്. ആൽബർട്ടോ ഫെല്ലിനി എന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സർക്കാർ 5 ലക്ഷം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എവിടെ എവിടെ സാർ അവിടെ പോന്നു. എൻ്റെ ഒരു ബന്ധു ആശുപത്രിയിലുണ്ട്, ഒന്ന് കാണാൻ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞിങ്ങടുത്ത് വന്നേ. മുഴുവൻ ഞാൻ പറയട്ടെ. ഒരു തെറ്റുകൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് രക്തപരിശോധനയ്ക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ ഇൻസ്പെക്ടർ ജെയിംസ് സാറിന്റെ രക്തവുമായി ഞാൻ എന്റെ രക്തം മാറ്റി. ഞാനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ആ കാര്യം കുഞ്ഞ് ജെയിംസ് സാറോട് പറയണം. എനിക്ക് മാപ്പ് തരാൻ പറയണം.